ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലിയർ ഫേസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രീമിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ്. ആക്നെ വരാതിരിക്കാനും വന്ന ആക്നെയൊക്കെ പെട്ടെന്ന് പോകാനും നന്നായിട്ടൊന്ന് ഷ്രിങ്ക് ചെയ്യാനും ആക്നെയുടെ മാർക്കൊക്കെ മാറി ഒരു ക്ലിയർ ആയിട്ടുള്ള ഫേസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ ഈ ക്രീം ഒരു ആക്നെ വരുന്ന പ്രായം മുതലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിലർക്ക് 12 വയസ്സിലൊക്കെ ആക്നെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഏജ് മുതൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം. നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. പകൽ സമയത്ത് മസ്റ്റായിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ആക്നെ ക്രീമും കൂടി അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. ഒരു 1 വീക്കിലൊക്കെ നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം നമുക്കുണ്ടാവുന്ന ആഗ്നേസ് നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആഗ്നെ മാർക്ക് പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആവും. അതുപോലെ തന്നെയാണ് മൂക്കിന് മുകളിൽ ആ ഒരു വര വരുന്നത്. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് റിമൂവ് ചെയ്യും. മൗത്തിന് ചുറ്റുമുള്ള ഒരു പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് റിമൂവ് ചെയ്യും. പിന്നെ സൺടാനൊക്കെ കാലക്രമേണ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് മാറി സ്കിൻ നല്ലപോലെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ്. 0 കോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാനായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കൊറിയൻ ഗ്ലാസ് സ്കിൻ ക്രീം കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു ആക്നി ക്രീം കിട്ടാനായിട്ട് നമുക്ക് വേണ്ടത് ലിപ്റ്റൻ്റെതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രീൻ ടീ ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഗ്രീൻ ടീയുടെ ബാഗ് ആയാലും കുഴപ്പമില്ല, ഇതുപോലെയുള്ള ഗ്രീൻ ടീ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു പിടി, എൻ്റെ കൈക്ക് ഒരു പിടി ഗ്രീൻ ടീ ആണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ബാഗല്ല, ബാഗാണെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിച്ചിട്ട് അതെടുക്കാം കേട്ടോ. അതിനെ എടുത്ത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. കാരണം ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ എസൻസൊക്കെ നമ്മൾ ഒരു ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഇതിനെ റോസ് വാട്ടർ ഒഴിച്ച് ഇതിനെ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് വേണ്ടത് ഇത് സോക്ക് ചെയ്യാൻ ആവശ്യത്തിന് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് സാഫ്രോൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതൊരു ഓപ്ഷണലാണ്, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉള്ളവർ മാത്രം ചേർത്താൽ മതി. പിന്നെ സാഫ്രോൺ ഇല്ല, നിങ്ങൾക്ക് മഞ്ഞൾ സ്യൂട്ടാവുന്ന സ്കിന്നാണെങ്കിൽ ആ മഞ്ഞൾ, ഒരു നുള്ളു മഞ്ഞൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിലർക്ക് മഞ്ഞൾ പറ്റില്ല, അപ്പം അങ്ങനെ പറ്റാത്തവർ ചേർക്കേണ്ട, സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സാഫ്രോൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സാഫ്രോൺ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ജസ്റ്റ് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ഒരു റോസ് വാട്ടറിലേക്ക് ഈ ഒരു എസൻസ് എല്ലാം ഇറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ മസ്റ്റായിട്ടും വേണം. കാരണം നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലാണ് ഈ ഒരു ക്രീം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ റോസ് വാട്ടറിൽ വേണം ഇത് തയ്യാറാക്കാനായിട്ട് കേട്ടോ. എങ്കിലേ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുള്ളൂ. 1 മന്ത് വരെ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് സ്റ്റോർ ചെയ്യാം. നമ്മൾ തയ്യാറാക്കുന്ന ക്വാണ്ടിറ്റിയും 1 മന്തിനേക്ക് മാത്രമുള്ളതാണ് കേട്ടോ. അതിന് മേതെ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 15 ഡേയ്സിന് വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ ഹോസ്റ്റലേഴ്സായിട്ടുള്ള കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് റൂമിൽ വെച്ച് വേണമെങ്കിലും തയ്യാറാക്കാം. കാരണം ഇതിനകത്ത് വലിയ പണിപ്പാടൊന്നും വരുന്നില്ലല്ലോ. അതിനുശേഷം ഞാൻ 20 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്രീൻ ടീ ഉണ്ടല്ലോ, ഈ വെള്ളം എല്ലാം വലിച്ചെടുക്കും. അതായത് നമ്മൾ ആ ഒരു റോസ് വാട്ടർ എല്ലാം സക്ക് ചെയ്തെടുത്തിട്ടുണ്ടാവും. കണ്ടോ, ഇതുപോലെ ആയിരിക്കും ഉണ്ടാവും, ചവറ് മാതിരി കാണും. ഇനി നമ്മൾ ഇതിനെ പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് മാത്രം, ഒട്ടും തരിയില്ലാതെ, കാരണം നമ്മൾ ക്രീമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തരിയില്ലാതെ വേണം എടുക്കാൻ. അപ്പോൾ അങ്ങനെ കിട്ടാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൺ തുണിയിൽ ഏതെങ്കിലും അരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ചണ്ടിയൊന്നും ഇല്ലാതെ ജ്യൂസ് മാത്രമായിട്ട് അരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ആ ഒരു റോസ് വാട്ടറും അതിനകത്തുണ്ടായിരുന്ന ആ ഒരു ഗ്രീൻ ടീയുടെ എസൻസും ഒക്കെ നന്നായിട്ട് നമുക്ക് ഈ ഒരു കോട്ടൺ തുണിയിലൂടെ നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, കണ്ടോ, നല്ലൊരു എന്താ പറയുക, ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് കിട്ടുന്നത്. അത് ഒരു ഗ്രീൻ ടീയുടെ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ സാഫ്രോൺ ചേർക്കണമെന്നോ അല്ലെങ്കിൽ കുങ്കുമപ്പൂ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ കളറല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഗ്രീൻ ടീയുടെ കളറാണ്. അതൊരു മസ്റ്റാർഡ് യെല്ലോ ഞാൻ പറഞ്ഞ മാതിരി കേട്ടോ. ഇനി നമുക്കിത് വെച്ചിട്ട് ക്രീമാണ് തയ്യാറാക്കാനായിട്ട്. ഇനി നമ്മൾ പറഞ്ഞ മാതിരി ക്രീമിൻ്റെ ബേസിനായിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് ജെല്ലെങ്കിലും വേണമെങ്കിലും എടുക്കാം. അപ്പം ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എടുത്താൽ നോർമൽ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. അതൊരു 15 ഡേയ്സിന് ഉള്ളത് മാത്രം തയ്യാറാക്കിയാൽ മതിയാവും. അത് കഴിയുമ്പോൾ വീണ്ടും തയ്യാറാക്കി ഒന്നേന്ന് വീണ്ടും തയ്യാറാക്കുക എന്നുള്ളതാണ്.
അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആലോവേര ജെല്ല്, കുക്കുംബർ ജെല്ല്, ഹിബിസ്കസ് ജെല്ല്, ഫ്ലാക്സ് സീഡ് ജെല്ല്, ഓറഞ്ച് ജെല്ല്, അങ്ങനെ ഒരുപാട് നീം ജെല്ല്, അങ്ങനെ കുറേ ജെല്ലുകൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജെല്ലാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ജെല്ല് എടുക്കാം കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് കുക്കുംബറിൻ്റെ ജെല്ലാണ്. അത് ക്ലിയർ ജെല്ല് എൻ്റെ കയ്യിൽ വേറെ അലോവേര ജെല്ല് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുക്കുംബർ എടുത്തേക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ക്ലിയർ ആയിട്ടുള്ള ജെല്ല് കുക്കുംബർ ജെല്ലാണ് ഉള്ളത്. കാരണം നമ്മൾ തയ്യാറാക്കി വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളറും കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ജെല്ലിൽ തയ്യാറാക്കുമ്പോഴേ പറ്റൂ. ഓൾറെഡി എൻ്റെ കയ്യിലിരിക്കുന്ന അലോവേര ജെല്ല് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റോസും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. അതിനുശേഷം ഓയിലി കോമ്പിനേഷൻ സ്കിന്നുകാരാണെങ്കിൽ കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് വിറ്റമിൻ ഇയുടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇത് ഏതെങ്കിലും അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് കാണാൻ കുറച്ച് വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് തോന്നും. അത് നമുക്ക് തോന്നുന്നതാണ്. മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ. പിന്നെ 1 മന്ത് തയ്യാറാക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ ജെല്ല് വേണം. ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ ജെല്ല് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാലൻസും കൂടി ഞാൻ ചേർത്ത് മിക്സ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ബാലൻസ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ എക്സ്ട്രാ ഇതിനകത്തേക്ക് വിറ്റമിൻ ഇയുടെ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ സ്കിന്നിന് വിറ്റമിൻ ഇയുടെ ഓയിൽ നന്നായിട്ട് വർക്ക് ആവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും എല്ലാതും ഒരുപോലെ ചേരണമെന്നില്ല. പിന്നെ എന്ത് യൂസ് ചെയ്യുമ്പോഴും ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം തയ്യാറാക്കി യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം ഇതുപോലെ 1 മന്ത് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുക കേട്ടോ. ഇനി എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ സൂക്ഷിക്കുക. ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത് സാഫ്രോൺ ഓപ്ഷണലാണ്, ഉള്ളവർക്ക് മാത്രം ചേർക്കാം, ഇല്ലെങ്കിൽ പാടെ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. വേണമെങ്കിൽ ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ മസ്റ്റ് ആയിട്ടും വേണം. ഗ്രീൻ ടീ കൊണ്ടുള്ള ക്രീമാണ്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ആക്നെ നന്നായിട്ട് കുറയ്ക്കും, പാടുകൾ ബ്ലെമിഷസ് ഒക്കെ നന്നായിട്ട് മാറ്റും കേട്ടോ. അപ്പോൾ നൈറ്റിൽ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. കുറച്ചെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്കിലേക്കൊക്കെ നമുക്ക് ഇറക്കി അപ്ലൈ ചെയ്യാം. നെക്കിലുണ്ടാകുന്ന ഒരു പിഗ്മെൻറ്റേഷനോ കുറയാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെയാണ് നമുക്കുണ്ടാകുന്ന ഓപ്പൺ പോഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രീൻ ടീ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. ഗ്രീൻ ടീയുടെ ടോണർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ബെനിഫിറ്റുകളാണ് കേട്ടോ നമുക്ക് ക്രീം യൂസ് ചെയ്താലും കിട്ടുന്നത്. ഡാർക്ക് സ്പോട്ട്സ് പെട്ടെന്ന് ഫെയ്ഡ് ആവും, ഓപ്പൺ പോഴ്സ് നന്നായിട്ട് ഷ്രിങ്ക് ആവും, ആഗ്നെ വരുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഉള്ള ആഗ്നേസൊക്കെ പെട്ടെന്ന് ഷ്രിങ്ക് ആവും. അതുപോലെ തന്നെ ആഗ്നെ വന്നുണ്ടായിട്ടുള്ള ആ ഒരു പാടുകൾ, ബ്ലെമിഷേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, മൂക്കിന് മുകളിലെ വര, മൗത്തിന് ചുറ്റുള്ള പിഗ്മെൻറ്റേഷൻ, അതൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യമായിട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മസാജ് ചെയ്യണമെന്നില്ല. ഒരു ചെറിയൊരു ലെയർ നമ്മുടെ സ്കിന്നിൽ ഇരിക്കുന്നത് നല്ലതാണ്. എങ്കിലാണ് നമുക്ക് ആ ഒരു നല്ല അടിപൊളി റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കണം. നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും